നമുക്ക് ഈ അറിയാം ചെവിയിലൊക്കെ ഈ പ്രാണി കയറി പോകുന്ന സംഭവം, അത് നമ്മൾ പലപ്പോഴും വീട്ടിലൊക്കെ ആയിരിക്കുമ്പോഴാണ് ഉണ്ടാവാറുള്ളത്. അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാറില്ല. എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക? നമ്മുടെ നാട്ടില് ഈ മഴക്കാലമൊക്കെ വരുമ്പോൾ ഒരു കോമൺ പ്രശ്നമാണിത്, ചെവിന്റെ അകത്ത് പ്രാണി കയറി പോവാന്നുള്ളത്. അപ്പൊ ഒരു ലൈവ് ആയിട്ടുള്ള ഒരു പ്രാണി, അതായത് ജീവനോടുള്ള ഒരു പ്രാണി എപ്പോഴും ചെവിന്റെ ഉള്ളിലൊക്കെ ഭയങ്കര ഡേഞ്ചറസ് ആണ്. കാരണം അത് നമ്മുടെ ഇയർ ഡ്രം ഒക്കെ തുറന്നുള്ളിലേക്കൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്നാണ് ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പ് തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ഓയിൽ എടുത്തിട്ട്, എന്ത് ഓയിലായാലും, ഇപ്പോൾ കോക്കനട്ട് ഓയിലായാലും ഒലീവ് ഓയിലായാലും അങ്ങനെ എന്തെങ്കിലും ഒരു ഓയിൽ എടുത്തിട്ട് ചെവിൻ്റെ അകത്ത് ഉറ്റിക്കുക. അപ്പോൾ ഇത് ചത്തുപോക്കോളും. ഓക്കെ, അപ്പൊ നോർമൽ വെള്ളം കൊണ്ടുവന്നത് മരിക്കില്ല. അതാ ഞാൻ കണ്ടിട്ടുണ്ട് ആൾക്കാർ വെള്ളം ഒഴിച്ച് ഉപ്പ് വെള്ളം ഒക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് അതിന് നമുക്ക് ഫ്ലഷ് ചെയ്ത് പുറത്തേക്ക് എടുക്കാം. പക്ഷെ അതിനെ കൊല്ലണമെങ്കിൽ ഓയിൽ തന്നെ ഉപയോഗിക്കണം. ഓക്കെ, പിന്നെ അതിന്റെ ഒരു കോംപ്ലിക്കേഷന്റെ പേടിയില്ല. പിന്നെ സമാധാനത്തിൽ ഹോസ്പിറ്റലിൽ പോയിട്ട് നമുക്കൊരു എൻഡോസ്കോപ്പിക് ഗൈഡൻസിൽ അതിനെ അങ്ങ് റിമൂവ് ചെയ്യാൻ പറ്റും. ജീവനോടെ അല്ലാത്ത സാധനങ്ങളാണെങ്കിൽ നമുക്ക് തിരക്കൊന്നും വേണ്ട, പക്ഷെ ഹോസ്പിറ്റലിൽ പോകണം. തിരക്കിടേണ്ട വേറൊരു ഫോറിൻ ബോഡി എന്താന്ന് വെച്ചാൽ ഈ കുട്ടികളുടെയൊക്കെ ഇതില് ഈ ചെറിയ ബട്ടൺ ബാറ്ററീസ് ഉണ്ടാവുമല്ലോ, അത് ചിലപ്പോൾ കുട്ടികളൊക്കെ എടുത്തിട്ട് ചെവി, അത് എവിടെയായാലും ഈ ബട്ടൺ ബാറ്ററീസ് ഉള്ളിൽ ചെന്നാൽ അത് അതിന് ആൽക്കലീസ് ഒക്കെ ഡിസിപ്പേറ്റ് ചെയ്ത് തുടങ്ങും, അതിന് ചുറ്റും സ്പ്രെഡ് ചെയ്ത് തുടങ്ങും. അപ്പൊ പെട്ടെന്ന് അതിന് ചുറ്റുമുള്ള ടിഷ്യൂസ് ഒക്കെ കരിഞ്ഞു പോകും. അപ്പോൾ ഈ ബട്ടൺ ബാറ്ററീസ് ഉള്ളിലിട്ടാൽ എത്രയും പെട്ടെന്ന് തന്നെ എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലിലേക്ക്. ഓക്കെ.